ബസ് യാത്ര എന്ന് പറഞ്ഞാല് അത് ജനങ്ങളൊരു വഞ്ചിക്കുന്ന ഒരു കാര്യമില്ല. കാരണം ഒരു മാസം കൊണ്ട് തന്നെ സർക്കാർ പരാജയമാണെന്ന് അതിപ്പോ പറയാനൊന്നുമില്ലല്ലോ, അത് ഉറപ്പന്നല്ലേ തെളിഞ്ഞുന്നുണ്ടത്. കുഴപ്പമില്ലാതെ അങ്ങനെ പോണ്ട്. എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നാൽ പിന്നെ പറയാം. സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു മാസത്തെ ഈ പ്രവർത്തനം ദയനീയമായ പരാജയമാണ്. തുടങ്ങിയിട്ടുള്ളൂ. പിന്നാണ്ട് മോശമാണ്, നമ്മൾ മോശം കടിച്ച് കയറാണ്. അപ്പൊ എന്തൊക്കെയായാലും സർക്കാരിന് എത്ര മാർക്ക്? 100-110 മാർക്ക്. നമസ്കാരം. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി. കൃത്യം ഒരു മാസം മുമ്പായിരുന്നു വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എങ്ങനെയുണ്ട് സർക്കാരിന്റെ പ്രവർത്തനം? കഴിഞ്ഞ ഒരു മാസക്കാലം സംഭവ ബഹുലമായിരുന്നു. നിരവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിലേറിയത്. അതിൽ പലതും സർക്കാർ പാലിച്ചു. എന്നാൽ ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് മന്ത്രിയായ സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അളിയനെ തിരികെ കയറ്റി എന്ന് പറഞ്ഞ് വലിയ ആരോപണം ഉണ്ടായിരുന്നു. അദ്ദേഹം രാജിവെക്കുന്നത് കണ്ടു. ദേവസ്വം പ്ലീഡർ സ്ഥാനം രാജിവെക്കുന്ന കാഴ്ച നമുക്ക് കണ്ടു. അപ്പോൾ സംഭവ ബഹുലമായ ഒരു മാസം പിന്നിടുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് UDF സർക്കാരിനെ നോക്കിക്കാണുന്നത്? വി ഡി സതീശൻ സർക്കാരിന് എത്രയാണ് മാർക്ക്? നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. ഇപ്പൊ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു മാസമായി. ഈ ഒരു മാസത്തെ സർക്കാരിന്റെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലതായിട്ടാണ് കാണുന്നത്. നല്ലതെന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഉണ്ടാവുമല്ലോ. കാരണം എന്ന് പറഞ്ഞാല് പിന്നെ ബസിന്റെ ഒരു പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കുന്നുണ്ട്. അതന്നെ ഇപ്പൊ വേറെന്താ ഇപ്പം പ്രത്യേകതയായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. സമയമായിട്ടില്ല, തുടങ്ങണേ ഉള്ളൂ. പക്ഷെ എന്നാലും പറഞ്ഞൊക്കെ പാലിക്കുന്നുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മറ്റേ ബസിന്റെ യാത്ര, സൗജന്യ യാത്രയൊക്കെ നല്ലതാണ്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അക്കാര്യം സന്തോഷമുണ്ടല്ലോ. ഇപ്പൊ UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു മാസമാവാണ്. സർക്കാരിന് എങ്ങനെയാണ് നല്ലതായിട്ടാണ്? ഈ ഒരു മാസത്തെ സർക്കാരിന്റെ പ്രവർത്തനം നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം കാരണങ്ങൾ പറഞ്ഞ ഹക്കുകൾ ഓരോന്നിങ്ങനെ പാലിക്കുന്നുണ്ട്. 5 വർഷക്കാലം നല്ല രീതിയിൽ പോകും. മന്ത്രിമാരൊക്കെ നല്ല നിലയ്ക്കാണ്. എന്തൊക്കെയാലും സർക്കാർ അടിപൊളിയാണ്. UDF സർക്കാരിന്റെ ഒരു മാസമായി വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എങ്ങനെയാണ് ഈ ഒരു മാസം സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്? UDF സർക്കാരിന്റെ ഈ ഒരു മാസത്തെ പ്രവർത്തനം വിലയിരുത്തണം എന്ന് പറഞ്ഞാല് ഈ പല കേന്ദ്രങ്ങളിലും RSS പിടിമുറുക്കുന്നതായിട്ടാണ് കാണുന്നത്. സർക്കാർ അധികാരത്തിലേറിയിട്ട് പല സ്ഥലങ്ങളിലും RSS പിടിമുറുക്കുന്നതാണ്. ഇപ്പൊ സെനറ്റിലൊക്കെ 19 ആളും RSS കയറിയിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇപ്പൊ മറ്റേ ഈ ബസ് യാത്ര എന്ന് പറഞ്ഞാല് അത് ജനങ്ങളൊരു വഞ്ചിക്കുന്ന ഒരു കാര്യമില്ല. കാരണം സ്ത്രീകളെ സുരക്ഷാ പദ്ധതി 1000 ഉറുപ്പിക എടുത്ത് മാറ്റിയിട്ട് സ്ത്രീകളെ KSRTC 2-3 ആൾക്കാരെ കയറ്റിട്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഒരു മാസം കൊണ്ട് തന്നെ സർക്കാർ പരാജയമാണെന്ന് അതിപ്പോ പറയാനൊന്നുമില്ലല്ലോ, അത് ഉറപ്പന്നല്ലേ തെളിഞ്ഞുന്നുണ്ടത്. അതിലിപ്പോ ഒന്നുമില്ലല്ലോ. പിന്നെ PMR പദ്ധതി ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഇത് ഇടത് ദിവസം സർക്കാർ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഒരു അക്രമവും അടിയും കുത്തും സമരവും ഒക്കെ നടത്തിയ ആളുകൾ ഇപ്പൊ ആ പദ്ധതിയെ PM ശ്രീ പദ്ധതി ഇപ്പോ എതിർക്കണോ ഒന്നുമില്ലല്ലോ. അതിപ്പോ ആ ലെവലിൽ തന്നെയല്ലേ പോകുന്നത്. അപ്പൊ സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് വെറുതെ വോട്ട് ടൈം വേണ്ടി ഇടതുപക്ഷ സർക്കാരിന് ഒരുപാട് പറഞ്ഞ് ഇപ്പൊ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ പദ്ധതി ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നാണ് അതിന് നമ്മൾ മാറ്റുന്നില്ല എന്ന ഒരു രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ മാത്രല്ല സുരക്ഷാ പദ്ധതി, സ്ത്രീകൾക്കുള്ള സുരക്ഷാ പദ്ധതി മാറ്റി. അങ്ങനെ പല ഘട്ടങ്ങളിലും ഇപ്പൊ ആരോഗ്യ രംഗത്ത് വീണ ജോർജിന്റെ വയറ്റിലാണ് നടന്നത് പല കാര്യങ്ങളിലും. ഇപ്പൊ ആകെ ഒരു മാസമായിട്ടുള്ളൂ. എന്തൊക്കെ വീഴ്ചകൾ കോളേജുകളിൽ വന്ന് പല കാര്യങ്ങളും വന്നു. കാലിന് പുഴുവരിക്കല്, കുട്ടികൾ മരിക്കല്, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വന്നല്ലോ. അപ്പൊ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു മാസത്തെ ഈ പ്രവർത്തനം ദയനീയമായ പരാജയമാണ്. ഈ ഒരു മാസം എങ്ങനെയാണ് ഇപ്പോഴത്തെ 5 കൊല്ലം? അതിന് സംശയിക്കൊന്നും വേണ്ട. ഈ മാതിരി വേറെ പണിയൊന്നും ഇല്ലല്ലോ, അത് ഉറപ്പന്നല്ലേ. തീർച്ചയായും പരാജയമാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ എങ്ങനെയുണ്ട് സർക്കാർ? ഭയങ്കര കർശന. പിന്നെ പോലീസ് വകുപ്പ് പെരാമ്പ്രൊക്കെ അടിച്ചു വരുത്തുന്നുണ്ട്. ഇപ്പൊ പുസ്തകം നിർത്തണം. അവിടെയൊക്കെ മാഫിയല്ലേ. അതുകൊണ്ട് ഇപ്പൊ മൂപ്പർ അതിനെ കൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വി ഡി സതീശനോ? സതീശൻ കുഴപ്പമില്ലാതെ അങ്ങനെ പോണ്ട്. എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നാൽ
അത് പിന്നെ പറയാം. പിന്നെ പറയാം. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അങ്ങനെ തൂഫാനൊക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. അടിപൊളി. എല്ലാത്തിനും പൊക്കണ്ടേ? ഓ, എല്ലാത്തിനും വെക്കണം. എല്ലാത്തിനും പൊക്കണം. ഒന്ന് വൃത്തിയാക്കിയാണ്. എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ആ, ഇപ്പൊ ഒരു മാസമായി യു.ഡി.എഫ് സർക്കാർ വന്നിട്ട്. എന്താ സർക്കാരിനെ പറ്റി അഭിപ്രായം? നല്ല അഭിപ്രായം ഇപ്പൊ. നല്ല അഭിപ്രായം. അതെന്താ അങ്ങനെ നല്ല അഭിപ്രായം പറയാൻ കാരണം? മന്ത്രി നല്ലതന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണ്. അടിപൊളിയായിട്ട് സർക്കാർ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും സർക്കാർ മറ്റോലെ മാതിരി എന്തുണ്ടെങ്കിലും നമ്മള് മോശം പറയും. മോശം പറയും. ഇപ്പൊ ഒന്നും മോശം ഒന്നും പറയാം. മോശം നല്ല മാത്രമേ ഉള്ളൂ. ഇനി കേറിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നാണ്ട് മോശമാണെങ്കിൽ നമ്മള് മോശം എന്ന് പറയും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഒരു മാസമായി അല്ലെ? ഈ ഒരു മാസത്തെ സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഉഷാറാണ്. ഉഷാറാണ്. അത് ഉഷാറാണെന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞ വാക്ക് ഓരോന്ന് വലിച്ചു കൊടുക്കട്ടെ. പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അല്ലെ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മാത്രം മതി. പറഞ്ഞ വാക്ക് വലിക്കില്ലല്ലേ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഈ സൗജന്യ യാത്രയെ പറ്റി ചില ആരോപണം പല ആരോപണം ഉണ്ടാവും. ഉണ്ടാവും. അതിനൊന്നും കാര്യം സ്വാഭാവികല്ലേ. പ്രതിപക്ഷം ഭരണമായിട്ട് മധ്യപ്രദേശ് ഒന്നല്ലാണ്ട് അവര് അങ്ങനെ. ഇപ്പൊ തൂഫാനൊക്കെ എങ്ങനെ? തൂപ്പനൊക്കെ അടിച്ച് കയറാണ്. കേറ്. അപ്പൊ എന്തൊക്കെയായാലും സർക്കാരിന് എത്ര മാർക്ക്? ഒരു മാസം സർക്കാരിന് 100-110% മാർക്ക്. 100-110 മാർക്ക് കൊടുക്കും. ഒരു മാസം കൊണ്ട് സർക്കാർ അടിപൊളി. 5 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു മാറ്റം വരുത്തും. ഒരു മാറ്റം വരുത്തുന്നതിക്കാൻ തീർച്ചയായിട്ടും 5 കൊല്ലം കഴിഞ്ഞാലും കയറും. കേറണല്ലോ. കേരളല്ല എന്തെങ്കിലും കയറുന്നുള്ള പ്രതീക്ഷയുണ്ട്. 100%. വി.ഡി. സതീശന്റെ സർക്കാർ അടിപൊളിയാണ്. അടിപൊളി.